എനിക്ക് വേദനിക്കുന്നമ്മ. സാരമില്ല കേട്ടോ, എൻ്റെ പൊന്നുവിൻ്റെ അസുഖം എല്ലാം ഉണ്ണീഷോ മാറ്റിത്തരും. ഇത് ക്രിസ്മസ് അല്ലേ? റിയമോൾ എത്ര നാളായി സാന്റയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ സാന്ത വരാത്ത? റിയമോൾക്ക് ഇനി സാന്റയെ കാണാൻ പറ്റുമോ? സാന്റയുടെ സമ്മാനം വാങ്ങാൻ പറ്റുമോ? മോളുടെ അസുഖം എല്ലാം ഉണ്ണീഷോ മാറ്റിത്തരും. എൻ്റെ പൊന്നൂസ് ശരിക്കും ആഗ്രഹിച്ചാൽ സാന്റ വരും. ക്രിസ്മസിന് എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്ന ആളല്ലേ. എൻ്റെ പൊന്നൂസിന് സാന്റ സമ്മാനം തരൂ കേട്ടോ. അപ്പ എപ്പോഴാ അമ്മ വരുന്നേ? അപ്പയോട് എത്ര തവണ പറഞ്ഞതാ സാന്തയുടെ അടുത്ത് റിയമോളെ കൊണ്ടുപോവാൻ? എൻ്റെ മോൾ ഉറങ്ങി എണീക്കുമ്പോൾ അപ്പ ഇവിടെ ഉണ്ടാവും. ഇന്ന് എന്തായാലും പാതിര കുർബാനയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകണം. അതിനാ അപ്പ ലീവ് എടുത്ത് നാട്ടിൽ വരുന്നത്. മോൾ ഉറങ്ങിക്കോട്ടോ. അപ്പ വരുമ്പോ സാന്തയെ കാണാൻ കൊണ്ടുപോവോ? എൻ്റെ പൊന്നു കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. അപ്പ വരുമ്പോ അമ്മ വിളിക്കാട്ടോ. ദേ അമ്മ ലൈറ്റ് ഓഫ് ചെയ്യുവാണേ. Hi, Santa. Yeah, it's me, your Santa. ശരിക്കും? Yes, സംശയമുണ്ടോ? Come, touch me, feel me. It's your Santa. റിയമോൾ ആഗ്രഹിച്ച സാന്ത അപ്പോൾ എത്തും. My dear Riyakuti, welcome to Santa's Wonderland. സാന്റ എവിടെന്നാ വരുന്നേ? ദൂരെ 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 ദൂരെ. ആണോ? അപ്പൊ എങ്ങനെയാ വന്നത്? കണ്ടില്ലേ, മോള് കണ്ടിട്ടില്ലേ? റെയിൻഡിയേഴ്സ് മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ ബെസ്റ്റാ. മഞ്ഞ്? എന്ത് രസം ഇതൊക്കെ കാണാൻ. സാന്ത എങ്ങനെ ഇത്രയും തണുപ്പത്തൊക്കെ യാത്ര ചെയ്യുന്നേ? ഞാൻ ആദ്യമായിട്ടാ മഞ്ഞൊക്കെ കാണുന്നേ. ഈ സാന്റാസ് വണ്ടർലാൻഡിൽ എന്റെ റിയക്കുട്ടീനെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ദേ ഈ മഞ്ഞ് കണ്ണങ്ങൾ കണ്ടോ? ഇതുപോലെ തൂമഞ്ഞു പെയ്യുന്ന തണുത്ത രാത്രിയിലാണ് ഉണ്ണീശോ ജനിച്ചത്. ഹായ്, ദേ ഈ മരങ്ങളിലൊക്കെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന കാണാൻ എന്ത് രസമല്ലേ സാന്റ? അപ്പൊ ഈ സാന്റാസ് വണ്ടർലാൻഡ് എന്റെ റിയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ? അതാണ് ക്രിസ്മസ് ട്രീ. ഈ നിത്യഹരിതമായ മരങ്ങളും ക്രിസ്മസ് റീത്തും ഗാർലൻസും ഒക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാവോ റിയക്കുട്ടിക്ക്? അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നതാന്നാ പറയാ. അതിന്റെ ഷേപ്പ് കണ്ടോ? ഇങ്ങനെ മുകളിലേക്ക്, ആകാശത്തിലേക്ക്, ത്രിത്വൈക ദൈവത്തിലേക്ക്. എന്ത് രസാലേ സാന്റ. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നാലോ? ആ മടുത്തോ എന്റെ റിയക്കുട്ടി? ഇരിക്കാം വാ. സാന്റ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്റെ
അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ണീശോ ജനിച്ചത് ആദ്യം അറിയിച്ചത് മാലാഖമാരാന്ന്. സാന്റയുടെ വണ്ടർലാൻഡില് മാലാഖമാരൊന്നുമില്ലേ? ആഹാ, അപ്പൊ റിയക്കുട്ടിക്ക് അറിയാം മാലാഖമാരെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് ആദ്യം അറിയിച്ച മാലാഖമാർ. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. റിയമോളെ, റിയമോളെ, വേഗം എണീക്ക്, എണീക്ക് മോളെ. കുളിച്ച് റെഡിയായി നമുക്ക് ക്രിസ്മസ് കുർബാനയ്ക്ക് പോവാട്ടോ. ദേ, അപ്പ ഇപ്പം എത്തും. എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. മാലാഖമാരെന്തേ? സാന്റ. മാലാഖമാരോ? സാന്റയോ? എന്താ പൊന്നു ഈ പറയുന്നേ? ദേ വേഗം എണീറ്റേ, കുളിച്ചേ. ആ, അപ്പ വന്നു എന്നാ തോന്നണേട്ടോ. റിയമോളെ. ഹായ്, ദേ പപ്പ. എന്റെ റിയമോള് ഒത്തിരി ആഗ്രഹിച്ചതല്ലേ സാന്റയെ കാണാനായിട്ട്. അതുകൊണ്ട് അപ്പ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ഈ ഡ്രസ്സ് മേടിക്കാനാ. ഇതാ റിയമോളുടെ സാന്റ. ഞാൻ കണ്ടല്ല എന്റെ സാന്റയെ. ഞാൻ സ്വപ്നത്തിൽ കണ്ട സാന്റയും അപ്പയെ പോലെ തന്നെയായിരുന്നു. ആണോ? ശരിക്കും? ശരിക്കും. ഞാൻ സാന്റയുടെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോയല്ലോ. ക്രിസ്മസ് ട്രീനെയും സ്റ്റാർസിനെയും റേഡിയേഴ്സിനെയും മാലാഖമാരെയും മഞ്ഞും എല്ലാം കണ്ടു. ആഹാ, റിയക്കുട്ടി ഹാപ്പി ആയല്ലോ.
നമുക്ക് പാതിര കുർബാനയ്ക്ക് പോകണ്ടേ? മരിയ, വേഗം കൊച്ചിനെ ഒരുക്കിക്കൂ. ഈ ക്രിസ്മസ് നമ്മുടെ മോക്ക് വേണ്ടിയുള്ളതാ. അതേ, കൊച്ചെന്തൊക്കെയോ സ്വപ്നം കണ്ടു എന്നാ തോന്നണേ. ഇപ്പോ ദേ അപ്പായും കൂടി വന്നപ്പോ റിയ മോൾ ഹാപ്പി. എന്റെ മോളിന്ന് അടുത്ത് വന്നേ. ഔസേ പിതാവ് ഉണ്ണീശ എടുത്ത പോലെ ഞാൻ എന്റെ പൊന്നു മോളിൽ നിന്ന് എടുത്തോട്ടെ. ഇതാണ് ക്രിസ്മസ്. ജീവിത പരിസരങ്ങളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ചങ്കു പറിച്ചു കൂടെ നിൽക്കുമ്പോൾ നീയും നിങ്ങളും ക്രിസ്മസ് ആവുകയാണ്.